ഇഗ്നോ MI സോഷ്യോളജിയുടെ യൂണിറ്റ് 2 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വേർഡ്സ് ആൻഡ് ലാംഗ്വേജ് അതുപോലെ തന്നെ തിയറി ഫോർമേഷൻ കുറച്ചും കൂടെ അബ്സ്ട്രാക്റ്റ് ആയിട്ടാണ് ആ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. സോ ലാംഗ്വേജ് എന്ന് പറയുന്നതാണല്ലോ, ലാംഗ്വേജ് കാരണമാണ് നമുക്ക് ഒരു സോഷ്യൽ ഇൻട്രാക്ഷനൊക്കെ നടത്താൻ സാധിക്കുന്നത്. സോ ഈ ലാംഗ്വേജ് കാരണം നമുക്കൊരു ഷെയർഡ് മീനിങ്സ് വാക്കുകൾക്ക് അസൈൻ ചെയ്ത് കൊടുക്കുകയും അങ്ങനെ ഓരോ കോൺസെപ്റ്റ്സ് നമ്മളാണെങ്കിൽ ഫോം ചെയ്യുകയും ചെയ്യുകയാണ് സോഷ്യോളജി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് കുറച്ച് വേർഡ്സ് നമ്മൾ സോഷ്യോളജിക്കൽ കോൺസെപ്റ്റ്സ് ആയിട്ട് ഫോം ചെയ്യുന്നു. ഈ കോൺസെപ്റ്റ്സ് ഒക്കെ അബ്സ്ട്രാക്റ്റ് ആണ്. അതായത് ഈ റോൾ അതുപോലെ തന്നെ സോഷ്യൽ ഫാക്ട്സ് ഇങ്ങനെയൊക്കെ ഉള്ളത് സോഷ്യോളജിക്കലായിട്ടുള്ള ടെക്നിക്കൽ ടേംസ് ആണ്. സോ ഇതൊക്കെ റിലേഷൻഷിപ്സും ഫിനോമിനയൊക്കെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോഷ്യോളജിയിൽ ഡയാഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനർത്ഥം 2 പേഴ്സൺ റിലേഷൻഷിപ്പ് എന്നും റോൾ എന്ന് പറയുന്ന കോൺസെപ്റ്റൊക്കെ ഭയങ്കര ക്രിട്ടിക്കലായിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ്. പിന്നെ തിയറി ഫോർമേഷനിലോട്ട് വരുമ്പോഴേക്കും തിയറീസ് ആണെങ്കിൽ കോൺസെപ്റ്റ്സിനെ ഫിനോമിനാസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലിങ്ക് ചെയ്യും. അതുപോലെ തന്നെ തിയറീസിനാണെങ്കിൽ കുറച്ചും കൂടെ റിവിഷൻ ആവശ്യമാണ്. ബിക്കോസ് അതിന് എവിഡൻസ് ഇല്ലാതെ തിയറീസ് ആവത്തില്ല. നാച്ചുറൽ സയൻസിൽ തിയറീസ് ആണെങ്കിൽ എക്സ്പെരിമെൻറ്റ്സിലായിരിക്കും റിലേ ചെയ്യുന്നത്. പക്ഷേ സോഷ്യോളജി ഒരു സോഷ്യൽ സയൻസ് ആണല്ലോ. കമ്പാരേറ്റീവ് മെത്തേഡ്സും ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റും ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഡർക്കെയ്മിൻ്റെ മെത്തേഡിൽ ആളുടെ സൂയിസൈഡിൻ്റെ സ്റ്റഡി ആണെങ്കിൽ തിയറി ഫോർമേഷൻ എക്സംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഡേറ്റ ക്ലാസിഫൈ ചെയ്തും സോഷ്യൽ കോസസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്തും വേരിയേഷൻസ് ലിങ്ക് ചെയ്ത് സോഷ്യൽ ഇൻ്റഗ്രേഷനിലേക്ക് വഴി തെളിയിക്കുന്നുണ്ട്. വെബറിൻ്റെ അപ്രോച്ച് നോക്കുകയാണെങ്കിൽ പ്രൊട്ടസ്റ്റൻ്റ് എത്തിക് എന്ന് പറയുന്ന കോൺസെപ്റ്റും പിന്നെ ക്യാപിറ്റലിസവും പിന്നെ ഹിസ്റ്റോറിക്കൽ കമ്പാരിസൺസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഐഡിയാസ് എങ്ങനെ എക്കണോമിക് ചേഞ്ചിലോട്ട് ഡ്രൈവ് ചെയ്യുന്നുള്ളത് കാണിക്കുന്നത്. സോ ബേസിക്കലി ഇത് വേർഡ്സും ലാംഗ്വേജും കോൺസെപ്റ്റ്സ് ഒക്കെ എങ്ങനെ വന്നു എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. വെരി ബേസിക് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഒരുപാട് ഇമ്പോർട്ടൻറ്റ് അല്ലാത്ത ഒരു ചാപ്റ്ററാണ് ഈ ചാപ്റ്റർ 2 എന്ന് പറയുന്നത്.